ഉണ്ണിയങ്കൾ കൊറേ കാലം കൂടിയല്ലേ നമുക്ക് തിരിച്ച് ടോപ്പ് സിംഗറിലേക്ക് എത്തുന്നേ. അനവധി വർഷങ്ങൾ കഴിഞ്ഞ് അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ണിയേട്ടൻ ഈസ് ബാക്ക്. അതെ, ഡിസ്കണക്റ്റഡ് ആയി. ഞങ്ങൾക്ക് കണക്റ്റഡ് ആയി തന്നെ ഇരിക്കുകയാണ്. നിങ്ങളൊക്കെ ആരാ? ഉണ്ണിയങ്കൾ എന്നെ ഓർമ്മയില്ല, പക്ഷെ കുറച്ച് കൂടുതൽ കണക്ട് ആവാനായിട്ട് ഞാൻ ഒരു സലിത സോങ് കേൾപ്പിക്കട്ടെ. ഓക്കെ, റെഡി അല്ലേ? എല്ലാരും റെഡി അല്ലേ? സലിതയുടെ സോങ്സ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ്സ് ആണ്. അത് ഏത് കണക്ട് ആവാത്തവർക്കും കണക്ട് ആവും. അതുകൊണ്ട് ഉണ്ണിയങ്കൾ കേൾക്കണം. നമ്മുടെ സാരംകുട്ടനാണ് എത്താൻ പോകുന്നത് സലിതയുടെ സോങ്ങുമായിട്ട്. സലിതയുടെ റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം സാരംകുട്ടൻ ഓൺ സ്റ്റേജ്. നീ ബിസ്ക്കറ്റ് തിന്നോണ്ടിരിക്കണാ? നീ റെഡി ആവണമെന്നില്ലേ? നിന്നവിടെ ഫ്ലോറിൽ സാരംഗ് സാരംഗ് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടല്ലോ. വിളിച്ചാ? ഞാൻ സാരംഗ്, സാരംഗ് രാജീവൻ. നീ കളകളങ്കായൽ വരെ നസീർ സാറിന്റെ പാട്ടല്ലേ പാടുന്നത്? പിന്നെന്തിനാണ് ഈ 6-ാം തമ്പുരാന്റെ ബിൽഡപ്പ് ഇടുന്നത്? നീ വന്നേ. കുറെ നാളുകൾക്ക് ശേഷമാണ് മുണ്ട കൊടുത്തു വരണേ. അതെ, മുണ്ടും ജുബയും അല്ലെങ്കിൽ ബാഗ് പാൻസും അല്ലേ? അല്ലേ, വെറൈറ്റി ആയിട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല നല്ല രസമുണ്ട്, മാച്ചിങ്. തോണിക്കാരൻ കല്യാണത്തിന് പോണ വഴിയുണ്ട്. അതെ, അത് മാത്രല്ല ആ ഷർട്ട് ഇതല്ലേ, ലോങ് ഷർട്ടില് ഒരു ബാഡ്ജ് വല്ല സംഭവം കൂടി നല്ല തോണിക്കാരൻ. വളരെ ഡിഗ്നിഫൈഡ്. അതെ അതെ അതെ. അപ്പൊ തോണിക്കാരൻ എന്ന് പറഞ്ഞപ്പോ പാട്ട് മനസ്സിലായില്ലേ? അതാണ് കളകളം കായലോളങ്ങൾ പാടും കഥകൾ അല്ലേ? നമ്മുടെ സലിതയുടെ പാട്ടാണ്. ONV സാർ എഴുതിയിരിക്കുന്നതാണ്. സിനിമ ഏതാണ്? ഈ ഗാനം മറക്കുമോ? പിന്നെന്താ മറന്നുപോയത്? ഇപ്പൊ അത് പറഞ്ഞപ്പോ മറന്നുപോയി. ഈ ഗാനം മറക്കുമോ? ഓക്കെ, വർഷം ഏതായിരുന്നു? 1978. അത് തന്നെ, 78. അതാണ് ആ വർഷം. എത്രയോ വർഷം മുമ്പുള്ള പാട്ടാണല്ലേ അത്. ഇപ്പോൾ സാരംകുട്ടൻ ഇവിടെ പാടാൻ പോകുന്നു. നമ്മുടെ തോണിക്കാരൻ ഇവിടെ വരാൻ പോകുന്നു. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉണ്ണിയങ്ങളോടൊന്നും പറയാനില്ല, കൊറേ കാലം കൂടി എന്തൊക്കെയുണ്ട് സർ? ഞാൻ സുഖമായിട്ട് പോകുന്നു. താങ്ക് യു മോനെ. മോന് സുഖല്ലേ? ഗുഡ്. കീപ് സിംഗിങ്, കീപ് റോക്കിംഗ്. ഉണ്ണിയങ്ങൾ ഇവിടുന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കണം. നീ കണക്ട് ചെയ്യിപ്പിക്കണം കേട്ടോ. നമ്മുടെ വൈഫൈയുടെ സ്ട്രോങ് ആണെന്ന് പറയണേ. എല്ലാ പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് ശ്രുതിയിൽ ധ്യാനിക്കണം. ചെറിയൊരു മെഡിറ്റേഷൻ. ഓക്കെ.
വെരി നൈസ്, വെരി നൈസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സാരംകുട്ടാ, ഇന്ന് നീ ആരാടാ? താൻ ആരുവാ? ആരാ? ഞാൻ തന്നെ. ഞാൻ തന്നെ. ഞാൻ തന്നെ. അല്ല അല്ല അങ്ങനല്ല. അല്ലേ അല്ല, ഇന്ന് സാരംകുട്ടനല്ല, അല്ലേ? ഇന്ന് പാടുന്നത് ഒരു തോണിക്കാരനാണ്. ആ അപ്പൊ സാരംകുട്ടൻ ഇന്ന് തോണിക്കാരനാണ് അല്ലേ? ആയിക്കോട്ടെ. തോണിക്കാരൻ സരിഗമ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാവുമായിരിക്കും. തോണിക്കാരൻ വീട്ടിൽ നിന്ന് സരിഗമ പഠിച്ചിട്ടാണ് പിന്നെ തുഴയാൻ തോണി പോകുന്നത്. ആണോ? അങ്ങനെയാണോ? അറിയില്ല. അല്ല അല്ല. അയാള് പാടുന്നത് അയാളുടെ ജീവിതത്തിന്റെ ഒരു കഥയാണ് ആ. അല്ലേ? അപ്പൊ ഓരോ നോട്ടിലും അയാളുടെ കഥയുണ്ട്. ഓ. പക്ഷെ ആ നോട്ട് ഏതെന്ന് അദ്ദേഹം പോലും അറിയുന്നില്ല. ഇല്ല. അതാണ് അല്ലേ? ഇതിന്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടോ? ഇല്ലില്ല. അത് കാണണം ആ. ഷുവറായിട്ടും. ഓക്കെ. ആ തോണിക്കാരനാണ്. ആ. ആ തോണിക്കാരനെ അതിൽ അഭിനയിച്ചിരിക്കുന്ന അദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അദ്ദേഹത്തിന്റെ പേര് രവീന്ദ്രൻ നായർ എന്നാണ്. ആ ഒരുപാട് നാളായിട്ട് അദ്ദേഹത്തിന് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് വാട്സാപ്പിൽ അദ്ദേഹം എന്നെ മെസ്സേജ് ചെയ്യാറുണ്ട്. ആ. അപ്പോൾ ആ തോണിക്കാരന്റെ കഥ പാടുന്ന ഈ പാട്ട് ഓ. നമ്മുടെ കുട്ടൻ നല്ല മെലോഡിയസ് ആയിട്ട് പാടിയിട്ടുണ്ട്. ആ. പക്ഷെ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ അത് കുറച്ചും കൂടെ ഒരു അസംസ്കൃതമായ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ റോ ആയിട്ടുള്ള ഒരു ആലാപനാണെങ്കിൽ കുറച്ചുകൂടെ നന്നാവും. ആ. അവിടെ കൂടുതൽ മോഡുലേറ്റ് ചെയ്യേണ്ടെന്ന് അർത്ഥം. തനി വഞ്ചിക്കാരനായിട്ട്. ആ ഓക്കെ. കളകളം എന്ന് പാടുന്നത്. കളകളം എന്ന് പാടുന്നതിന് രണ്ടല്ലേ? ആ. അപ്പൊ ജസ്റ്റ് ഫീൽ, ഒരു ഫീലുമായിട്ട് അങ്ങ് പാടി. ജസ്റ്റ് ടു ഫീൽ. കളകളം കായലോളങ്ങൾ പാടും. ഇപ്പോഴും കളകളം അങ്ങനെ മോഡുലേഷൻസ് കൊടുക്കുക. അത് വേണ്ട. ആ. കളകളം കളകളം കായലോളങ്ങൾ പാടും കഥകൾ പാടും പാടും കഥകൾ പാടും കഥകൾ. ആ. കളകളം. അടുത്ത ലൈൻ പാടുമ്പോഴത്തേക്കും മേളിലോട്ട് എടുക്കുന്നില്ലേ, അവിടെ കുറച്ച് കുഞ്ഞിന് സ്ട്രെയിൻ ഉണ്ട്. അത് കുഴപ്പമില്ല, അതൊന്ന് വിട്ടുപിടിച്ചാൽ മതി. വായിക്കണം. ആ പിടിച്ചോ. ഒരു മുത്തുപോലാം പെൺകിടാവിൻ കുട്ടനാടൻ പെൺകിടാവ്. ആ സായിലെത്തണം. കുട്ടനാടൻ പെൺകിടാവിൻ കത്തും നോവുകൾ പൂക്കളായി നറും തെച്ചിപ്പൂക്കളായി കണ്ണുനീർ വാർക്കും കഥകൾ വാർക്കും കഥകൾ. അതാണ് കഥകൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു കഥ നമുക്ക് ഫീൽ ചെയ്യും. ആ തോണിക്കാരന്റെ കഥ ഫീൽ ചെയ്യും, അദ്ദേഹത്തിന്റെ ഇമോഷൻ ഫീൽ ചെയ്യും. സൽദ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് ബംഗാളി ഫോക്ക് സോങ്സ്, ബംഗാളി ബോട്ട് സോങ്സ്. അത്തരം ബോട്ട് സോങ്സ് പല രീതിയിലുണ്ട്. അതിൽ ഭാട്ടിയാലി എന്ന് പറഞ്ഞിട്ട് എന്താണ്? ഭാട്ടിയാലി എന്ന് പറയുന്ന രീതിയിലുള്ള ബോട്ട് സോങ് ഉണ്ട്. അത് തോണിക്കാരന്റെ പാട്ടാണ് മീനൂട്ട. അപ്പൊ അയാളുടെ നൊമ്പരങ്ങളും അയാളുടെ ചിന്തകളും എല്ലാം പാടി നടക്കുന്നതാണ്. വേറെ ഒരു ടൈപ്പ് ഓഫ് ബംഗാളി ബോട്ട്മാൻ സോങ് ഉണ്ട്, അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതെന്ന് വെച്ചാൽ കൂടുതൽ റിതമിക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ തുഴയാനായിട്ടുള്ള റിതം കൊടുക്കുന്ന പാട്ടുകളാണ് അതെന്ന് പറയുന്നത്. പക്ഷെ ഇത് ഭാട്ടിയാലി രീതിയിലുള്ള ബോട്ട് സോങ് ആണ് സൽദ ഈ പാട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു ചലഞ്ച് പറയട്ടെ. കറുത്ത പെണ്ണേ നിന്നെ ഇല്ലേ, അത് സമത്തി നിർത്താൻ എങ്ങനെ എടുക്കും? 1 2 3 4. കറുത്ത പെണ്ണേ നിന്നെ. ഓക്കെ, അത് കൊള്ളാം. ഇനി 1 കഴിഞ്ഞ് പാടാം. 1. കറുത്ത പെണ്ണേ. പഠിക്കോ? 1. കറുത്ത പെണ്ണേ. സബാഷ്. ഇനി 2 കഴിഞ്ഞിട്ട് 1 2 3 4 1 2. കറുത്ത പെണ്ണേ. ഇല്ല, അത് തകിടയായി പോയി. തക്ക കറുത്ത പെണ്ണേ നിന്നെ കാണൂ. അപ്പൊ തകിടയാണെങ്കിലോ 1 2 3. കറുത്ത പെണ്ണേ. പഠിക്കോ? കാണുവാ. അല്ല, കറക്റ്റ് ആയില്ല. 3 4 തക്കിട്ട കറുത്ത പെണ്ണേ നിന്നെ കാണുവാ. അപ്പൊ തരികിടയാണെങ്കിലോ? കറുത്ത പെണ്ണേ. തരികിട കാണിച്ചാ പ്രശ്നം കേട്ടോ, പാടാൻ പറ്റില്ല. അതിങ്ങനെ പാടാൻ പറ്റും. തരികിടറുത്ത പെണ്ണേ പാടാൻ പറ്റൂ, കറുത്ത. അപ്പൊ മ്യൂസിക്കിലും തരികിട പറ്റൂല അല്ലേ? അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സൽദ എങ്ങനെയാണ് അത് 1 തള്ളിയിട്ട് കറുത്ത പെണ്ണേ എന്ന് വന്നിട്ടുണ്ട്. 2 തള്ളുമ്പോ തക്ക കറുത്ത പെണ്ണേ നിന്നെ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റ്. ഒരു കമ്പോസറിന് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്നുള്ളത്, എങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എനിക്കും പിടികിട്ടുന്നില്ല, ആർക്കും പിടികിട്ടുന്നില്ല. അതുകൊണ്ടാണ് സലിത ആവുന്നത്. അതുകൊണ്ടാണ് സാരംകുട്ടൻ ഈ പാട്ട് പാടുമ്പോൾ സാരംകുട്ടനാവുന്നത്. പക്ഷെ സാരംകുട്ടനായ പോരാ, തോണിക്കാരനാകണം. ഓക്കെ, ദാറ്റ്സ് ഓൾ യുവർ ഓണർ. താങ്ക് യു സർ.
സാരംകുട്ട, ഓ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത്. താങ്ക് യു. കുറേ ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു കേൾക്കാൻ. പിന്നെ ഇത്തിരി സ്ട്രെയിൻ ഉണ്ട്, ഹൈ പിച്ച് പോർഷൻസിൽ കുറച്ച് സ്ട്രെയിൻ തോന്നി. ആ. പിന്നെ ഈ 12K വിസ്താരയിലെ ബാക്ക്ഗ്രൗണ്ട് ആ ഇതുണ്ടായിരുന്നില്ലേ വിഷ്വല്, ആ. അതും ഈ പാട്ടും തമ്മിൽ ഭയങ്കര മാച്ചിങ് ആയിരുന്നു. ആ. ആ ഹമ്മിങ് പാടിയപ്പോ ആ കുറെ മലകളുണ്ടായിരുന്നില്ലേ, ആ. അതൊക്കെ ഇങ്ങനെ എക്കോ അടിക്കണ പോലെ തോന്നി നമുക്ക്. തോന്നി. അല്ല എക്കോ ഉണ്ടായിരുന്നു പാടിയത്. ആണ്ടാ ആഹാ, ആ ഹമ്മിങ് ഒന്ന് പാടിയേ. ഓ ആ ഉം. ആഹാ, ആ വിഷ്വൽ ഇതും കൂടി കേൾക്കുമ്പോഴേ നല്ല രസമുണ്ട്. നല്ല ചേർച്ച. ചേർച്ച, അതെ, ഒട്ടും ചോർച്ചയില്ല. വെരി ഗുഡ്. ഇപ്പൊ പാടിയതില് ഹമ്മിങ്ങില് അത് ടേക്കിലും തേർഡ് ഫോർത്തും കുറച്ച് ഇതുപോലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ പാടിയപ്പോഴും ആ ഒരു കൺഫ്യൂഷൻ വന്നു. ലാസ്റ്റ് ഓയുടെ ലാസ്റ്റ് പോർഷനില്ലേ, അത് ടേക്കിന സമയത്തും ചെറുതായിട്ടൊന്ന് ചേരാനുണ്ടായിരുന്നു. പിന്നെ ബാക്കി പല്ലവി തുടങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ആ പാടിയ പല്ലവിയൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റൈൽ വേണമെന്നേ ഉള്ളൂ, പക്ഷെ കൊള്ളാം, നന്നായിരുന്നു. പിന്നെ രണ്ടാമത്തെ കണ്ണുനീർ അത് കുറച്ച് ചേരണമെന്ന് എനിക്ക് തോന്നി. കവിരഹിണി നീ വാർക്കും കണ്ണുനീർ ആദ്യത്തെ ഓക്കെ ആയിരുന്നു, രണ്ടാമത്തെ കുറച്ച് ശ്രുതിയിൽ ചേർന്നില്ല. പിന്നെ രണ്ടാമത്തെ കറുത്ത പെണ്ണെ, ഇവിടെയും ആ നിന്നെ അതിന്റെ നോട്ട് അത് കറക്റ്റ് ശ്രുതി ചേർന്നില്ല. നിന്നെ ആ അതാണ് അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു. ആ ഒരു സ്റ്റൈല് മാത്രം കുറച്ചും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട്. ഈ പാട്ടിന് അതാണല്ലോ, ഒരു വഞ്ചിക്കാരന്റെ പാട്ടിൽ വഞ്ചിക്കാരൻ പാട്ട് പഠിച്ച വഞ്ചിക്കാരൻ RLV കോളേജിലൊക്കെ പഠിച്ച വഞ്ചിക്കാരനാണ് ഈ പിന്നെ പൊട്ടയെന്ന് നോക്കിയാ. ഓക്കെ ഓക്കെ മോനെ, ഓൾ ദ ബെസ്റ്റ്. ഉണ്ണിയങ്ങൾ കൊറേ നാള് കൂടിയല്ലേ സാരംകുട്ടന്റെ പാട്ട് കേൾക്കുന്നേ. സാരംകുട്ടാ, ഓർമ്മയുണ്ട് തന്നെ? എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, വളരെ മനോഹരമായി പാടി. കാരണം ഒരു സലിൽ ചൗധരിയുടെ ഒരു സ്റ്റാമ്പുള്ള ഒരു ഫോക്ക് സോങ് ആണത്. സലിൽ ചൗധരി ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാ പാട്ടുകളും ഹിറ്റാണ് മലയാളത്തിൽ. എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 100 സോങ്സ് ഉണ്ടാവും അല്ലേ സലിൽദയുടെ? അതിൽ കൂടുതൽ 26 മറ്റോ സിനിമകൾ അത്രയും സോങ്സ് ഉണ്ടാവണം, അതിൽ കൂടുതൽ ഉണ്ടാവണം, 100-ൽ കൂടുതൽ ഉണ്ടാവണം. എൻ്റെ ഒരു ഓർമ്മ ഒരു 75 to 80 സോങ്സ് മേലെ ഉണ്ട്. അപ്പോൾ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ്സ് ആണെന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ട് പാടി. മോൻ പാടിയത് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു, പക്ഷെ ആ റസ്റ്റിക് ഫീലും കൂടി അതിൽ കൊണ്ടുവന്നാൽ ഒരു റഫായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ തോണിക്കാരൻ്റെ, അതും കൂടി ഒന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നന്നായിരിക്കും തോന്നി. ഓക്കെ, അതർവൈസ് ബ്യൂട്ടിഫുൾ റെൻഡിഷൻ. ഗുഡ് ലക്ക്. തോണിക്കാരൻ സാരംകുട്ടന് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98 on 100 ടുഡേ. താങ്ക് യു സർ. സാരംകുട്ട, ഇനി നമുക്ക് എങ്ങോട്ട് പോണം? മേലോട്ട്. അതന്നെ. ഓൾ ദ ബെസ്റ്റ്, ബൈ.